ഗുഡ് ഈവനിങ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ വരുന്നത് കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പാണ് കേട്ടോ. ഈ ഒരു കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് പിക്സാർട്ട് ആപ്പാണ്. ആദ്യം തന്നെ പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഈ ഒരു പിക്സാർട്ട് ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതിൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് വരും. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക കേട്ടോ. പർച്ചേസ് ഒന്നും ചെയ്യണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് ആൻഡ് ഇമേജ് ഓർ വീഡിയോ എന്നവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോസും കാണാം, മുകളിൽ ബാക്ക്ഗ്രൗണ്ടും കാണാം. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് മുകളിൽ കാണാം. അതിലൊരു വൈറ്റ് കളറ് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമുക്കൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ താഴെ കാണുന്ന ടൂൾസിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ടൂൾസിലത്തെ ഒരു ഇതിൽ തന്നെ കാണാം ക്രോപ്പ് മുകളിൽ. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് റേഷ്യോസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. യൂട്യൂബ് തംബ്നെയിൽ, ഇൻസ്റ്റഗ്രാം സ്റ്റോറി അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ നെയിം സ്ലിപ്പിൻ്റെ സൈസാണ് വേണ്ടത്. അപ്പോൾ 16:9 റേഷ്യോ ആണ് എടുക്കുന്നത്. 3:2 റേഷ്യോയും എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 69 റേഷ്യോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് താഴേക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആഡ് ഫോട്ടോ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ നെയിം സ്ലിപ്പിക്ക് ഏത് ഫോട്ടോ ആണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് അവിടെ ടച്ച് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരും കേട്ടോ. ഇനി ഈ ഒരു ഫോട്ടോയിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷേപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം കേട്ടോ. ആ ഒരു ഷേപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ നമുക്ക് പല ഷേപ്പിലും കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കണ്ടില്ല, ഒരുപാട് ഷേപ്സ് ഉണ്ട്. നമുക്ക് വേണ്ട ഷേപ്പ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഷേപ്പിലാണ് ഈ ഒരു ഫോട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഫോട്ടോക്ക് ഞാൻ ചെറുതായിട്ട് ബോർഡർ കൊടുക്കുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് എടുക്കുന്ന ടൈമിൽ തന്നെ ബോർഡർ വരും കേട്ടോ. അപ്പോൾ ഒരുപാട് കളേഴ്സ് ഇവിടെ ഉണ്ടാവും. നമുക്ക് മാച്ച് ആയിട്ടുള്ള ഒരു കളർ എടുക്കാം. ഈ ഒരു കളറിൻ്റെ അവിടെ നിന്ന് തന്നെ നേരെ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ ഫസ്റ്റ് കാണും ഒരു ഇമോജി. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സർക്കിൾ വരും. അപ്പോൾ നമുക്ക് വേണ്ട കളർ ഏതാണോ ആ ഒരു ഫോട്ടോയിലുള്ള കളർ ഇതുപോലെ നീക്കി കൊടുത്താൽ നമുക്ക് മാച്ച് ആയിട്ടുള്ള കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കുട്ടീൻ്റെ പേരാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ താഴെ കാണുന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ പേര് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുക്കുന്നത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് നമുക്ക് എഴുതാം കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു പേരും ഞാൻ ആ ഒരു കളറിലാണ് കൊടുക്കുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ കളറ് ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് കാണുന്ന ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിൾ ഷേപ്പ് കാണാം. അതിൽ മാച്ച് ആയിട്ടുള്ള കളർ എടുക്കാം കേട്ടോ. അപ്പോൾ അതും ഒരു പർപ്പിൾ കളറായിട്ടുണ്ട്. നമുക്ക് ഫോണ്ട് ഇതിൽ പിക്സാർട്ടിൽ ഒരുപാട് ഫോണ്ട് പ്രീമിയം ആണ്. നമ്മളതിൽ പ്ലസ് എന്ന് കാണുന്ന ഫോണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യുന്ന ടൈമിൽ സേവ് ആക്കാൻ പറ്റൂല കേട്ടോ. ആ ഒരു പ്ലസ് കാണാത്ത ഫോണ്ട് എടുക്കണം. ഓക്കെ, ഇങ്ങനത്തേതാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ പ്രീമിയം വെർഷനാണ് കേട്ടോ. അപ്പോൾ ഇത് വേണ്ട ഒരു സൈസിലാക്കിയിട്ട് ഏറ്റവും മുകളിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴെ കാണുന്ന ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് നമുക്കൊരു കളർ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു പർപ്പിൾ കളർ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ഏത് ഫോട്ടോ ആണോ ഏത് കളറിലുള്ള ഫോട്ടോ ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ കളർ മാച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷേപ്പിൽ പോയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന റെക്റ്റാങ്കിൾ 4 കോർണർ ഭാഗം ഒരു കർവ് ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ എടുക്കുന്നത്. അതാണ് കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവുക. പിന്നെ അതുപോലെ ഇതിന് നമ്മൾ ബോർഡർ ഒന്നും കൊടുക്കുന്നില്ല, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഇതിൻ്റെ ഓപ്പാസിറ്റി കുറക്കണം. ഓപ്പാസിറ്റി ഉണ്ടാവും, അത് നമുക്ക് നല്ല ലോ ആക്കി കൊടുക്കാം കേട്ടോ. ചെറിയൊരു രീതിയിൽ കണ്ടാൽ മതി. ഇനി ഇത് നമുക്ക് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നേരെ ആ ഫോട്ടോൻ്റെ സൈഡിലേക്ക് അതിൻ്റെ ഒരു ഭാഗം കാണാത്ത രീതിയിൽ വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകൾക്കാക്കി കൊടുക്കണം. അപ്പോൾ ലെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. അതിൽ നമ്മൾ എടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആ ഫോട്ടോൻ്റെ നേരെ താഴേക്ക് കൊണ്ടുവച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വരും കേട്ടോ. ഇനി നമുക്ക് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാനുള്ള നെയിം, സ്കൂള്, സബ്ജക്റ്റ്, റോൾ നമ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെയിം ഓൾറെഡി നമ്മൾ മുകളിൽ വലിയൊരു ഫോണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതൊരു ഡെമോ ആയതുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ നെയിം അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫോണ്ട് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇത് ഇനി കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ഈ നെയിം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ നമുക്ക് അവിടെ വരും. പിന്നെ അതിൽ ടച്ച് ചെയ്തിട്ട്
ടൈപ്പിലെടുത്താൽ അതന്നെ ഇറേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ക്ലാസ് പിന്നെ അതന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ ഫോണ്ടിൽ ഒരേ ലെവലിലേക്ക് അത് കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഫില്ല് ചെയ്യാം. അപ്പോൾ അതാ നമ്മളിപ്പോൾ എല്ലാ ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറക്റ്റ് ഒരു സൈഡിലേക്ക് നല്ലൊരു നീറ്റ്നെസ്സിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് താഴെ കാണുന്ന സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കറിൻ്റെ പേജിലേക്ക് പോകും. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം അണ്ടർലൈൻ എന്ന്. നമുക്കിനി ആ നെയിമിൻ്റെ ഒക്കെ താഴെ ഒരു അണ്ടർലൈൻ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ അണ്ടർലൈന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അണ്ടർലൈന് കാണാം കേട്ടോ. നല്ല ഫ്ലോറലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു അണ്ടർലൈനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നല്ലൊരു അണ്ടർലൈൻ ഇതിൽ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു അണ്ടർലൈനാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു സ്റ്റാൻഡിങ് ലൈനാണ്. ഇനി ഇത് നമുക്ക് അണ്ടർലൈൻ ആക്കണം. അതിൻ്റെ സൈസ് അതിൻ്റെ വിടുത്തൊന്ന് ഇതുപോലെ കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നമുക്ക് സ്ട്രൈറ്റിൽ വെച്ച് കൊടുക്കാം. ഇനി നേരെ നെയിമിൻ്റെ താഴെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ ഇതന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാത്തിനും നമുക്ക് അണ്ടർലൈൻ കൊടുക്കാം. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അണ്ടർലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കറിൽ തന്നെ പോയിട്ട് യൂണിക്കോൺ എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള യൂണിക്കോണിൻ്റെ സ്റ്റിക്കേഴ്സ് എടുക്കാം. ബോയ്സിൻ്റെതൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റിക്കേഴ്സൊക്കെ നമുക്കിവിടെ സെർച്ച് ചെയ്താൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് കിട്ടും കേട്ടോ. ഇതിലും നിങ്ങൾ പ്ലസ് കാണുന്ന സ്റ്റിക്കേഴ്സ് എടുക്കരുത്. നമുക്ക് സേവ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ അറിയുക പ്രീമിയം ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് യൂണിക്കോണിൻ്റെ സ്റ്റിക്കേഴ്സ് ഓരോ ഭാഗങ്ങളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ഇവിടെ സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇത് നമുക്ക് ക്രിയേറ്റീവായിട്ട് നമ്മളുടെ ഐഡിയക്ക് എങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്ക് മുകളിൽ കാണുന്ന അപ്ലൈയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സ്പോർട്ട് ചെയ്താൽ നമ്മുടെ ഗാലറിക്ക് സേവ് ആവും. ഇനി ഇത് നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. ക്യാൻവ വഴി ചെയ്യാം. അപ്പോൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാം. ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിൽ താഴെ കാണുന്ന ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെയിം സ്ലിപ്പ് എന്ന് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടൂല. നെയിം ടാഗ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ് ഇവിടെ കിട്ടും കേട്ടോ. ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കൊടുത്തിട്ടുള്ള ഫോണ്ടും കാര്യങ്ങളും ഇറേസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കേണ്ട ഫോണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ ബോക്സുമേ ലഞ്ച് ബോക്സുമൊക്കെ കൊടുക്കാനുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. നെയിം മാത്രം കൊടുക്കുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് കിട്ടും. പിന്നെ ഇതാ ഈ ഒരു ഇതിലൊക്കെ കണ്ടില്ലേ, ഇത് നമുക്ക് ബാഗിൽ കിറ്റിൽ കിഡ്സിനൊക്കെ നല്ല യൂസ് ആവുന്ന സ്റ്റിക്കേഴ്സാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്ത ആ ഒരു ടൈപ്പ് നെയിം സ്ലിപ്പ് ഇതിൽ കുറവാണ്. ഫോട്ടോ ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നത് കുറവാണ്. നമ്മൾ ഫ്രെയിമൊക്കെ കൊടുത്തിട്ട് വേറെ രീതിയിൽ ചെയ്യണം. ഇതിൽ കാണുന്നത് ഈ ഒരു ടൈപ്പൊക്കെയാണ് ഇട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെയുള്ള ഒരുപാട് നെയിം ടാഗും നെയിം സ്ലിപ്സും ഒക്കെ ഉണ്ട്.
നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ വേറൊരു രീതിയിലാണ് ചെയ്യുക കേട്ടോ. നമുക്ക് ഏറ്റവും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ബെറ്റർ പിക്സാർട്ട് ആപ്പ് തന്നെയാണ്. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള നെയിം സ്ലിപ്പ് പ്രിൻ്റ് എടുക്കാൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് ക്യാൻവൻ്റെ ഹോം പേജിലേക്ക് പോയിട്ട് നമുക്കിവിടെ ഒരു A4 ബ്ലാങ്ക് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള A4 സൈസ് പേപ്പർ വേണം. ഇതിപ്പോൾ ഒരു A4 സൈസിൽ എടുക്കുന്നതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതിൽ കാറ്റഗറി ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ഡോക്യുമെൻ്റ് എടുക്കാം. അപ്പോൾ ഒരു വൈറ്റ് പ്ലെയിൻ പേജ് കാണാം. അതിൽ ക്രിയേറ്റ് ബ്ലാങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു A4 സൈസ് വൈറ്റ് പേജ് നമുക്കിവിടെ കിട്ടും. ഇനി നമ്മൾ താഴെ കാണുന്ന ക്യാമറ റോളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഗാലറിക്ക് പോകും. നമുക്ക് ആ നെയിം സ്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു സൈസിൽ കൊടുത്തിട്ട് ഇതിൻ്റെ താഴെ തന്നെ കാണുന്നൊരു പ്ലസ് ബട്ടണ് അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് 2 എണ്ണം ആക്കാം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഈ ഒരു A4ൽ നിറക്കാം. നോർമലി ഒരു A4 സൈസ് പേപ്പറിൽ നമുക്ക് 8 നെയിം സ്ലിപ്പാണ് ചെയ്യാൻ പറ്റുക. A3ൽ 16 എണ്ണമാണ് ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മൾ എടുക്കുന്ന സൈസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ചിലതിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇതിലിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള നെയിം സ്ലിപ്പിൻ്റെ വിടുത്തും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. 16:9 റേഷ്യോയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 10 എണ്ണം ഇതിൽ പ്രിൻറ്റ് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ആ 3:2 റേഷ്യോയിൽ എടുക്കുകയാണെങ്കിൽ 8 എണ്ണമൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇതിൽ കുറച്ചും കൂടെ ഇത് വിഡ്ത്ത് കുറവായിരിക്കും, കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പ്രിൻറ്റിങ്ങിനുള്ള എഡിറ്റിങ് വരുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന സൈസിനനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലും കുറച്ച് ക്വാണ്ടിറ്റി കുറവും അങ്ങനെയൊക്കെ ആയിട്ട് വരും കേട്ടോ. നോർമലി ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ വരിക. പിന്നെ നമ്മളിത് ഇനി ഡോക്യുമെൻ്റായിട്ട് സ്റ്റുഡിയോത്തെ നമ്പർക്ക് അയച്ചിട്ട് നമ്മൾ സ്റ്റിക്കർ പ്രിൻ്റാണ് ഇത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.